അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 8ാം പാഠം. നഹീനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നഹി രണ്ട് വിധമാണ്: നഹി ഗായിബ്, നഹി ഹാദിർ. നഹീനെ ഉണ്ടാക്കുന്നത് മുളാരിയിൽ നിന്നാണ്. മുളാരി ഗായിബിൽ നിന്ന് നഹി ഗായിബിനെയും മുളാരി ഹാദിറിൽ നിന്ന് നഹി ഹാദിറിനെയും ഉണ്ടാക്കുന്നു. നഹി എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതിനെയാണ് നഹി എന്ന് പറയുന്നത്. ഒരു മുളാരി ഗായിബിൽ നിന്ന് നഹി ഗായിബിനെ എങ്ങനെ ഉണ്ടാക്കാം? ഒരു മുളാരി ഹാദിറിൽ നിന്ന് നഹി ഹാദിറിനെ എങ്ങനെ ഉണ്ടാക്കാം? അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മുളാരി ഗായിബിൻ്റെ ആദ്യത്തിൽ ലാ എന്നതിന് ചേർക്കുകയും അവസാനത്തിന് സുക്കൂൻ ചെയ്യുകയും വേണം. അതോടുകൂടി മുളാരി ഗായിബ് നഹി ഗായിബായി മാറുന്നതാണ്. ഇനി മുളാരി ഹാദിറിനെ നഹി ഹാദിറാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യത്തിൽ ലാ എന്നതിനെ ചേർക്കുന്നു, അവസാനം സുക്കൂൻ ചെയ്യുന്നു. അതോടുകൂടി മുളാരി ഹാദിർ നഹി ഹാദിറായി മാറുന്നു. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. യഫ്അലു എന്നുള്ളത് മുളാരി ഗായിബാണ്. അതിനെ നഹി ഗായിബാക്കുമ്പോൾ ലാ യഫ്അൽ എന്നായി മാറുന്നു. മുളാരി ഹാദിറിൻ്റെ ഉദാഹരണമാണ് തഫ്അൽ. അതിനെ നമുക്ക് നഹി ഹാദിറാക്കുമ്പോൾ ലാ തഫ്അൽ എന്നാണ് പറയുന്നത്. ആദ്യത്തിൽ ലാ ചേർക്കുന്നു, അവസാനത്തിന് സുക്കൂൻ ചെയ്യുകയും വേണം. ഇതോടുകൂടി മുളാരിയെ നമുക്ക് നഹിയാക്കി മാറ്റാൻ പറ്റും. കൂടുതൽ ഉദാഹരണങ്ങളും കൂടുതൽ അതിൻ്റെ വിശദീകരണവും നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് മനസ്സിലാക്കാം. പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ഖാല ലുഖ്മാനു ലിഇബ്നിഹി വഹുവ യഇദുഹു. തന്റെ പുത്രന് സദുപദേശം നൽകിക്കൊണ്ട് ലുഖ്മാൻ പറഞ്ഞു: യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. എന്റെ കുഞ്ഞുമകനെ, അല്ലാഹുവിന് നീ പങ്കുകാരെ വരിക്കരുത്. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്. ജനങ്ങളിൽ നിന്ന് ആട്യ മനസ്കനായി മുഖം തിരിച്ച് കളയുകയും അരുത്. വലാ തംശി ഫിൽ അർളി മറഹ. ഭൂമിയിൽ നീ അഹങ്കാരത്തോടെ നടക്കരുത്. വഖാല തആല വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. അല്ലാഹു തആല പറഞ്ഞു: ഒരു വിഭാഗത്തോടുള്ള രോഷം അവരോട് നീതി പാലിക്കാതിരിക്കുന്നതിന് നിങ്ങൾക്ക് പ്രേരകമാവരുത്. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ. സത്യവിശ്വാസികളെ, ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ. നിങ്ങൾ ചാരപ്പണി നടത്തരുത്. നിങ്ങളിൽ നിന്ന് ചിലർ മറ്റുള്ളവരെ പരദൂഷണം പറയുകയുമരുത്. ഈ പാഠത്തിൽ ചുവപ്പ് നിറത്തിലുള്ള ചില പദങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ പദങ്ങളെ നഹി എന്നാണ് പറയുക, അഥവാ നിരോധന ക്രിയകൾ എന്ന് പറയുന്നു. എന്താണ് നഹി? അന്നഹിയു മാ യദുല്ലു അലാ ത്വലബി തർക്കി അംരിൻ. ഒരു കാര്യം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന ക്രിയാപദങ്ങളാണ് നഹി. എങ്ങനെയാണ് നഹി ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. വഹുവ യുൻശഉ മിനൽ മുളാരിഇ ബിവളഇ ലാ ഫി അവ്വലിഹി വബിജസ്മി ആഖിറഹു. മുളാരിയിൽ നിന്നാണ് നഹീനെ ഉണ്ടാക്കുന്നത്. ക്രിയയുടെ ആദ്യത്തിൽ ലാ എന്ന ഹർഫ് ചേർക്കുകയും അന്ത്യാക്ഷരത്തിന് സുക്കൂൻ കൊടുക്കുകയും ചെയ്താണ് നഹി ഉണ്ടാക്കുന്നത്. വന്നഹിയു നൗആനി അന്നഹിയുൽ ഹാദിറു വന്നഹിയുൽ ഗായിബു. നഹി രണ്ട് വിധമാണ്. ഒന്ന് നഹി ഹാദിർ, ഒന്ന് നഹി ഗായിബ്. നമുക്ക് ഉദാഹരണങ്ങൾ വായിച്ച് മനസ്സിലാക്കാം. യാ വലദി ലാ തക്ദിബ് അബദ. എന്റെ കുട്ടി, നീ ഒരിക്കലും കളവ് പറയരുത്. ഇവിടെ ലാ തക്ദിബ് എന്നുള്ളത് നഹീന്റെ പദമാണ്. അത്വാലിബു ലാ യൽഅബ് വഖ്ത ദർസി. വിദ്യാർത്ഥി പഠന സമയത്ത് കളിക്കരുത്. ഇവിടെ ലാ യൽഅബ് എന്നുള്ളത് നഹീന്റെ പദമാണ്. യാ ബനാതി ലാ തക്ഷിഫന്ന ലാ തക്ഷിഫ്ന റൂസകുന്ന. എന്റെ പെൺകുട്ടികളെ, നിങ്ങളുടെ തലകൾ നിങ്ങൾ തുറന്നിടരുത്. ഇവിടെ ലാ തക്ഷിഫ്ന എന്നുള്ളത് നഹീന്റെ പദമാണ്. യാ ഉഖ്തി ലാ തബ്കി. എന്റെ സഹോദരി, നീ കരയരുത്. ഇവിടെ ലാ തബ്കി എന്നുള്ളത് നഹീന്റെ പദമാണ്. അൽ മരീദു ലാ യത്റുക് സ്വലാത്തൻ. രോഗി നിസ്കാരം ഒഴിവാക്കരുത്. ഇവിടെ ലാ യത്റുക് എന്നുള്ളത് അംർ നഹിയുടെ പദമാണ്. ലാ യത്റുക് എന്നത് നഹീന്റെ പദമാണ്. ചോദ്യവും ഉത്തരവും നമുക്ക് നോക്കാം. കൈഫ യുകവ്വിനു നഹിയൽ ഹാദിരി മിൻ തസിനു. തസിനു എന്നതിൽ നിന്ന് നഹി ഹാദിറിനെ ഉണ്ടാക്കുന്നത് എങ്ങനെ?
ബിവളഇ ലാ ഫി അവ്വലിഹി വബിജസ്മി ആഖിറഹു. ആദ്യത്തിൽ ലാ ചേർക്കുക, അവസാനത്തിന് ജസ്മ് ചെയ്യുക. അപ്പോൾ ലാ തസിൻ എന്നാകും. കൈഫ യുൻഷഉ നഹിയുൽ ഗായിബി മിൻ യക്തുബു. യക്തുബു എന്നുള്ളതിൽ നിന്ന് നഹി ഗായിബിനെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ബിവളഇ ലാ ഫി അവ്വലിഹി വബിജസ്മി ആഖിറഹു. ആദ്യത്തിൽ ലാ ചേർക്കുക, അവസാനത്തിന് ജസ്മ് ചെയ്യുക. അപ്പോൾ ലാ യക്തുബ് എന്നായി മാറും. അന്നഹ്യു നൗആനി മാഹുമ. നഹി രണ്ട് വിധമാണ്, അവയേവ? വന്നഹ്യു നൗആനി അന്നഹ്യുൽ ഹാലിറു വന്നഹ്യുൽ ഗായിബു. ഒന്ന് നഹി ഹാലിർ, മറ്റൊന്ന് നഹി ഗായിബ്. നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം. ആ ഉദാഹരണങ്ങളെ നമുക്ക് മലയാളത്തിൽ നിന്ന് അറബിയിലാക്കാം. എന്റെ സഹോദര, നീ ഒരിക്കലും കളവ് പറയരുത്. ഇതിന് അറബിയിൽ പറയൽ യാ അഖീ ലാ തക്ദിബ് അബദ. വിദ്യാർത്ഥികളെ, നിങ്ങൾ ഉസ്താദിന്റെ മുമ്പിൽ നടക്കരുത്. ഇതിന് അറബിയിലാക്കൽ യാ തുല്ലാബു ലാ തംശൂ അമാമൽ ഉസ്താദി. ഇവിടെ ലാ തക്ദിബ് എന്നുള്ളതും ലാ തംശു എന്നുള്ളതും നഹിയുടെ പദമാണ്. നഹീന്റെ പദങ്ങളടങ്ങിയ സർഫ് നമുക്ക് നോക്കാം. ലാ യക്ദിബ് ലാ യക്ദിബ ലാ യക്ദിബു. ലാ തക്ദിബ് ലാ തക്ദിബ ലാ യക്ദിബ്ന. ലാ തക്ദിബ് ലാ തക്ദിബ ലാ തക്ദിബു. ലാ തക്ദിബി ലാ തക്ദിബ ലാ തക്ദിബ്ന. ഇതുപോലെ നമുക്ക് മറ്റുള്ള പദങ്ങളെയും സർഫാക്കി പരിശീലിക്കാം. നമുക്ക് മാദിയായ ഫീലും മുലാരിയായ ഫീലും അതിന്റെ നഹിയ ഗായിബും നഹിയ ഹാലിറും വരുന്ന ചില പദങ്ങൾ നോക്കാം. ജലസ മാദിയായ ഫീലാണ്. യജ്ലിസു മുലാരിയായ ഫീലാണ്. ലാ യജ്ലിസ് നഹി ഗായിബാണ്. ലാ തജ്ലിസ് നഹി ഹാലിറാണ്. ദഹബ യദ്ഹബു ലാ യദ്ഹബ് ലാ തദ്ഹബ്. നളറ യൻളുറു ലാ യൻളുർ ലാ തൻളുർ. മശാ യംശി ലാ യംശി ലാ തംശി. വളഅ യളഉ ലാ യളഉ ലാ തളഉ. ഖാല യഖൂലു ലാ യഖുൽ ലാ തഖുൽ. ഇതിൽ ആദ്യത്തെ പദം മാദിയായ ഫീലാണ്. രണ്ടാമത്തെ പദം മുലാരിയായ ഫീലാണ്. മൂന്നാമത്തെ പദം നഹി ഗായിബാണ്. നാലാമത്തെ പദം നഹി ഹാലിറാണ്. ഇതുപോലെ മറ്റുള്ള പദങ്ങളെയും നമുക്ക് മാദി, മുലാരി, നഹി ഗായിബ്, നഹി ഹാലിർ എന്നിവയിലൂടെ നമുക്ക് പരിശീലിക്കാം.